നമസ്കാരം. സോ ഇപ്പോൾ നിങ്ങളുടെ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും ഹൗ ടു റിമൂവ് നെഗറ്റീവ് തോട്ട്സ്. എങ്ങനെ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കാം. അതിനൊരു സൊല്യൂഷൻ നമ്മൾ ഒരുപാട് യൂട്യൂബ് ചാനൽസിൽ കാണാറുണ്ട്. എല്ലാ സോഷ്യൽ മീഡിയയിലും ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണാറുണ്ട് അല്ലേ? അവർ ഒരുപാട് ടിപ്സ് തരും, ഒരുപാട് ട്രിക്സ് തരും. ആക്ച്വലി ഇതൊക്കെ സത്യമേ അല്ല. ഇതൊക്കെ ഉടായിപ്പ എന്നെ സംബന്ധിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്ന സംഭവം നമ്മളുടെ ജീൻസിലെ ഉള്ളതാണ്. അതായത് നമ്മളിപ്പോൾ പണ്ടത്തെ കാലത്ത് ഈ ആ, എന്താ പറയുക, ഈ ഗുഹയിൽ ജീവിച്ച മനുഷ്യരുണ്ടല്ലോ, കാട്ടിലൊക്കെ ജീവിച്ച മനുഷ്യർ, അവർക്കൊക്കെ വേണ്ട ഒരു കാര്യമായിരുന്നു ഈ നെഗറ്റീവ് തോട്ട്സ്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും അലേർട്ടായിട്ടിരിക്കണം. ഏതെങ്കിലും മൃഗം കടിക്കാൻ വരുമോ, ഇപ്പോൾ സിംഹം, പുലി, ആന, പന്നി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മൃഗങ്ങൾ ആ, ആക്രമിക്കാൻ വരും, ഇവരെ കടിക്കാൻ വരും. സോ അവരെപ്പോഴും ആ നെഗറ്റീവ് തോട്ട്സ് അലേർട്ടായിട്ട് അവർ എപ്പോഴും നോക്കിയിരിക്കും. ഓക്കെ. സോ ആ ഒരു ശീലം ഉള്ളത് കൊണ്ടാണ് അവർക്ക് അവിടെ സർവൈവ് ചെയ്ത് ജീവിക്കാൻ പറ്റിയത്. സോ അത് നമ്മൾ ആ ജീൻ നമുക്ക് എപ്പോഴും ഉണ്ടാവും. സോ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ നെഗറ്റീവ് തോട്ട്സ് വന്നുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. സോ അതിനെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തിലും ശരി, നമുക്ക് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്ന സംഭവം നമുക്ക് വേണം അല്ലേ? ഈ നെഗറ്റീവ് തോട്ട്സ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ യൂസ്ഫുൾ ആവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു ബാങ്കിലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കാശ് ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാതെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു നെഗറ്റീവ് തോട്ട്സ് ഉള്ളതുകൊണ്ടാണ് ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ നമ്മൾ ആ റിസർച്ച് എന്നൊരു സംഭവം നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത്, ഒരു പുതിയ ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ച് സംസാരിക്കത്തില്ല അല്ലേ? ആളെങ്ങനെ എല്ലാം കൂടെ അറിഞ്ഞിട്ടായിരുന്നു നമ്മൾ ഓപ്പൺ ആയിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുക. സോ ഈ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞത് അത് തെറ്റല്ല, അത് നമുക്ക് വേണം. അത് ഉണ്ടായാൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂ. അന്നത്തെ കാലത്തിലായാലും ശരി, ഇന്നത്തെ കാലത്തിലായാലും ശരി. ഓക്കെ. പക്ഷെ അന്നത്തെ കാലത്തിലും ഇന്നത്തെ കാലത്തുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ കാലത്തിൽ നെഗറ്റീവ് തോട്ട്സ് നമുക്ക് യൂസ്ഫുൾ ആയിരുന്നു. ഇൻ ദ സെൻസ് ലൈക്ക് ഒരു കാര്യത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഈ മൃഗങ്ങളെ പേടിച്ചുള്ള ആ ഒരു അലേർട്ട്നെസ്സിന് വേണ്ടി ദൈവം നമുക്ക് തന്നിട്ടുള്ളതായിരുന്നു. ഇപ്പൊ നിങ്ങളൊരു പട്ടിയോ ഇല്ലെങ്കിൽ പൂച്ചയോ ഇല്ലെങ്കിൽ ഇപ്പൊ പ്രാവുകളൊക്കെ എടുത്ത് നോക്കിയേ. നമുക്ക് പ്രാവിനൊക്കെ കണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിക്കളയും. ഇപ്പൊ കാക്ക എടുത്ത് നോക്കി, അത് എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും. എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടോ അത് പെട്ടെന്ന് ഓടിക്കളയും. പാമ്പ് എടുത്ത് നോക്കി, അതും ഇതുപോലെ തന്നെ പേടിച്ചു പോകും. ആ പേടി എന്ന് പറയുന്നത് അവരുടെ നെഗറ്റീവ് തോട്ടാണ്. കാരണം അവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർക്ക് കിട്ടുന്ന ഒരു അലേർട്ട്നെസ് ആണ് ഈ നെഗറ്റീവ് തോട്ട്സ്. സോ അതേ നെഗറ്റീവ് തോട്ടാണ് മനുഷ്യരിനുള്ളത്. പക്ഷെ മനുഷ്യൻ ഓരോ കണ്ടുപിടിപ്പുണ്ടല്ലോ, ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ഇൻവെന്റ് ചെയ്ത് നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച, മൃഗങ്ങളെ വേട്ടയാടി ജീവിച്ച ആ കാലഘട്ടത്തിൽ ഒരുപാട് ഗ്രോത്ത് വന്ന് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ബിസിനസ്, കാശ്, വീട്, എന്താ പറയുക, നമ്മളൊരു ഒരു 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 പ്രത്യേക ഒരു ഇതിലോട്ട് ആയതുകൊണ്ട് ആ നെഗറ്റീവ് തോട്ട്സ് ഇതിലോട്ടായിപ്പോയി. ഓക്കെ. സോ അന്ന് നമുക്ക് വേണ്ടിയിരുന്ന നെഗറ്റീവ് തോട്ട്സ് ഇപ്പം നമുക്ക് വേണ്ടാന്നുള്ള അവസ്ഥയിലോട്ട് നമുക്കായി. കാരണം നമുക്ക് സ്ട്രെസ്സ് കൂടുതൽ തരുന്നുണ്ട്. അന്ന് നെഗറ്റീവ് തോട്ട്സ് എന്തിനായിരുന്നു? ഈ മൃഗങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു അലേർട്ട്നെസ് ആയിരുന്നു നെഗറ്റീവ് തോട്ട്സ്. ഇന്ന് ആ നെഗറ്റീവ് തോട്ട്സ് എല്ലാത്തിലും ഉണ്ട്. അന്ന് ഒരു കാര്യത്തിൽ മാത്രം ഉണ്ടായിരുന്നത്, ഇന്ന് എല്ലാ കാര്യത്തിലും ഉണ്ട്. സോ അതുകൊണ്ട് അത് നമ്മളെ വിട്ട് പോകത്തില്ല. കാരണം നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് വരും. സോ ഇതിനെ ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. അതാണ് സത്യം. ഇനി നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ നമുക്ക് ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റാന്നുള്ളതെങ്കിൽ അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. അതായത് നമ്മൾ ഈ മാക്സിമം ഈ നെഗറ്റീവ് ആൾക്കാരുടെ അടുത്തോ ഇല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമുക്കിപ്പോൾ ന്യൂസിൽ റിപ്പോർട്ടർ, ന്യൂസൊക്കെ നമുക്ക് എപ്പോഴും നെഗറ്റീവ് ന്യൂസുകൾ നമ്മൾ കാണുന്നതും, ഈ ചീത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതും, ചീത്ത കാര്യം കാണുന്നത്. നിങ്ങൾ ഒരു കുരങ്ങിൻ്റെ ബൊമ്മ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ണടച്ചിരിക്കും, ചെവി അടച്ചിരിക്കും, വാ അടച്ചിരിക്കും. ഓക്കെ. അതിൻ്റെ അർത്ഥം എന്താ? നല്ല കാര്യം, അതായത് ചീത്ത കാര്യം കാണരുത്, ചീത്ത കാര്യങ്ങൾ കേൾക്കരുത്, ചീത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. ഈ 3 സംഭവം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. നമ്മളുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും നമ്മുടെ ലൈഫിൽ നമ്മൾ താഴ്ന്നു പോകാനും, നമുക്ക് എപ്പോഴും സ്ട്രെസ്സും, നമുക്കൊരു സമാധാനം ഇല്ലാത്ത, ഒരു സന്തോഷം ഇല്ലാത്ത ജീവിതം വരാൻ മെയിൻ കാരണം എന്താണെന്നറിയോ? ഫസ്റ്റ് കാരണം ഈ ടി വി കാണുന്ന ന്യൂസ് ചാനൽസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ ഒരിക്കലും കാണരുത്. മനുഷ്യരുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എന്താണെന്നറിയോ? നെഗറ്റീവ് കാര്യങ്ങൾ കാണുന്നതാണ്, കേൾക്കാനും നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഏറ്റവും ഇൻട്രസ്റ്റ്. ഇത് എത്രത്തോളം നമ്മൾ ശീലിക്കുന്നുണ്ടോ അത്രത്തോളം നമുക്കാണ് അത് കിട്ടുള്ളൂ. അത് കർമ്മ എന്നൊക്കെ പറയും. ഈ കർമ്മയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. ഈ പിള്ളേരെ വളർത്തുന്ന സമയത്ത്, ചെറുപ്പം തൊട്ട് വളർത്തുന്ന സമയത്ത്
ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർ മാക്സിമം കേൾക്കാതെയും കാണാതെയും സംസാരിക്കാതെയും ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവർക്ക് മൈൻഡ് പീസ്ഫുൾ ആയിട്ടിരിക്കും. നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ എന്തെങ്കിലും നമ്മൾ നമ്മുടെ നാട്ടിലെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യങ്ങൾ, രാവിലെ എണീറ്റ ഉടനെ ന്യൂസ് ചാനൽ ഇരുന്ന് കാണും. ന്യൂസിലാണെങ്കിലോ ഫുള്ള് നെഗറ്റീവ് കാര്യങ്ങളാണ് പറയും. ഇതൊക്കെ മൈൻഡിൽ രജിസ്റ്റർ ആവും. മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻ്റലിജൻറ്റാണ്. ഒരു കാര്യം അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോത്തേയില്ല, അത് അവിടെ തന്നെ നിൽക്കും. അത് പിന്നെയും പിന്നെയും എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ മൈൻഡ് ഇങ്ങനെ എടുത്ത് കാണിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ഗൂഗിളൊക്കെ വെച്ചോ. ഓക്കെ, ഗൂഗിളിൽ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ഇപ്പോൾ എന്താ പറയുക, നെഗറ്റീവും കാണിക്കും പോസിറ്റീവും കാണിക്കും അല്ലേ? അതേപോലെ അത് എന്തുകൊണ്ടാണ്? ഗൂഗിളിൽ അത്രയും ഡേറ്റാസ് ഗൂഗിളിൽ ഉള്ളതുകൊണ്ടാണ് അല്ലേ? അതേപോലെ നമ്മുടെ മൈൻഡിൽ നമ്മൾ കുറേ ഡേറ്റാസ് നമ്മൾ ഈ നെഗറ്റീവ് കണ്ട് 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 ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അപ്പം തന്നെ ഇത് പോയി റിസർച്ച് ചെയ്യും, ആ നെഗറ്റീവ് കാര്യങ്ങൾ എടുത്ത് തരും. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുള്ളത് നെഗറ്റീവ് ന്യൂസുകളും നെഗറ്റീവ് കാര്യങ്ങളാണ്. അപ്പോൾ എന്ത് വന്നാലും ഈ പോസിറ്റീവ് കുറവായതുകൊണ്ട് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ശീലിക്കുക. കാരണം നമ്മളിപ്പോൾ അഡൽട്ട് ആയിക്കഴിഞ്ഞത് കൊണ്ട് നമുക്കിത് കിട്ടാൻ ഭയങ്കര പാടാണ്, ഇത് ശരിയാക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ കൊച്ചു പിള്ളേരെ നമുക്ക് ഇപ്പോഴേ അതിനെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ അവർ അഡൽട്ട് ആകുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര പോസിറ്റീവ് മൈൻഡോടെ നമുക്ക് ആക്കാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ഇത് പറഞ്ഞു തന്നത് നെഗറ്റീവ് എന്ന് പറഞ്ഞത് തെറ്റല്ല. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര നമുക്ക് സ്ട്രെസ്സ് തരുന്ന കാര്യങ്ങളാണ്. എപ്പോഴും ഇവൻ കൊന്നു, അവനെ ഇത് റേപ്പ് ചെയ്തു, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. സോ മാക്സിമം നല്ല കാര്യങ്ങൾ കേൾക്കുക, നല്ല കാര്യങ്ങൾ സംസാരിക്കുക, നല്ല കാര്യങ്ങൾ കാണുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്ട്രെസ്സിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഓക്കെ.